പതുക്കെ പതുക്കെ. സ്ലോ സ്ലോ സ്ലോ. കിളി ജോത്സ്യം നോക്കാൻ താല്പര്യമുണ്ടോ പിള്ളേരെ? നമുക്ക് നോക്കിയാലോ? ഇറങ്ങി ഇറങ്ങി. വരൂ വരൂ, ഇരിക്കു ഇരിക്കു. ആരുടെ പേരിൽ ആദ്യം നോക്കണ്ടേ? ആദ്യം ലക്ഷ്മി ചേച്ചിക്ക് നോക്ക്. രാമു, ലക്ഷ്മിയുടെ പേരിൽ ഒരു കാർഡ് എടുത്തേ. ചേച്ചിയുടേതാ. അതെന്താ നോക്കട്ടെ എന്ന്. ഏത് പടമായിരിക്കും വരുന്നത്? സിനിമയിലെ പടം ഒന്നും വരില്ലടി. സരസ്വതി ദേവിയുടെ പടമാ വന്നിരിക്കുന്നത്. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നതല്ലേ. വലിയ ഉദ്യോഗങ്ങളിൽ പോകണമെന്ന് മോൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഒരുപാട് തടസ്സങ്ങൾ വരും മോളെ. വേറെ ആരാ? ഞങ്ങളുടെ ഏട്ടൻ തന്നെ. ഗൗരിയുടെ പേരിൽ നോക്കിക്കോളാം. രാമു, അടുത്തതായി ഗൗരിയുടെ പേരിൽ വേഗം ഒരു കാർഡ് എടുത്തേ. ദേവി അന്നപൂർണേശ്വരി. വീട്ടിലെല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാനല്ലേ. ബിസിനസ് ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? എന്നാ എന്റെ ചേട്ടൻ ഒരു ചായക്കട പോലും വെക്കാൻ സമ്മതിക്കില്ല. ഇപ്പൊ രാമുവിനോട് എനിക്കൊരു കാർഡ് എടുത്ത് തരാൻ പറയൂ. പേര് പറ മോളെ. ശ്രീദേവി. രാമു, ശ്രീദേവിയുടെ ജാതകം എന്താണെന്നൊരു കാർഡ് എടുത്ത് കാണിച്ച്. മഹിഷാസുര മർദിനി. പോരാടിയാണെങ്കിലും നീ വിചാരിച്ചത് നേടിയെടുക്കും. ഞാൻ പറഞ്ഞല്ലേ, കറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചാ ഇവിടെ വലിയ ബ്രൂസ്ലി ആവും. അതിന് ഏട്ട സമ്മതിക്കില്ല. ആ കാർഡില് ഏത് പടാന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ തലവേദി എനിക്കറിയാം. നൃത്തം ചെയ്യുന്ന നൃത്തമയൂരി. ഇവൾക്ക് ഒരു ഡാൻസർ ആവാൻ ആഗ്രഹം. സ്വപ്നം മാത്രമാ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അത് നിറവേറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നുമില്ലല്ലോ. അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഏട്ടന്റെ ദേഷ്യം കാരണമല്ല, അദ്ദേഹത്തിന് സ്നേഹമായി ഇവർക്ക് തടസ്സം. അപ്പോ ഇവരുടെ സ്വപ്നങ്ങളൊക്കെ എപ്പോഴാ നിറവേറുന്നത്? മുതലാളി, ഒരു പൂ പോലും താഴെ വീണില്ല. തോലക്കടിച്ചടിച്ച് ഇവനാ താഴെ വീഴാൻ പോകുന്നത്. രാമു, ഈ കുട്ടികളുടെ സ്വപ്നം സഫലമാകാൻ നല്ലൊരു കാർഡ് എടുത്തേ. വേഗം വാ, വേഗം വാ. വലിയച്ഛൻ.
പൂ വീണു ഗൗതം. മോനെ ഗൗതം, സ്വാമി നിന്റെ പ്രാർത്ഥന കേട്ടതിന്റെ സൂചനയാ ഇത്. ഇനി അഭിഷേകം ആരംഭിക്കാം. നിക്ക്. തിരുമേനി, സ്വാമിക്ക് അഭിഷേകം നടക്കുന്ന സമയത്ത് നാട്ടിലെ മുതിർന്ന ആളിൻ്റെ അമ്പലത്തിലെ കാര്യകർത്താവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ നടക്കണം. അത് തന്നെയാണ് മര്യാദയും. വലിയ മനുഷ്യരല്ലേ, പറഞ്ഞതുപോലെ ചെയ്യും. അഭിഷേകം ആരംഭിക്കാമല്ലോ. പഞ്ചാമൃതത്തിൽ അഭിഷേകം തുടങ്ങിയേക്കാം തിരുമേനി. നന്നായി വരും. പാൽ പോലെ ശുദ്ധമായ മനസ്സുള്ള എൻ്റെ മൂത്ത സഹോദരി ലക്ഷ്മിക്ക് വേണ്ടി പൂ പോലെ മനസ്സുള്ള ഒരു ഭർത്താവിനെ ദൈവീത അവൾക്കങ്ങ് നൽകണം. नमस्ते अस्तु भगवन् विश्वेश्वराय महादेवाय त्र्यंबकाय त्रिपुरान्तकाय त्रिकाग्निकालाय कालाग्निरुद्राय नीलकण्ठाय मृत्युञ्जयाय सर्वेश्वराय सदाशिवाय ശ്രീമന്മഹാദേവായ നമഃ. വലിയ യുദ്ധങ്ങളിൽ പോകണമെന്ന് മോൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഒരുപാട് തടസ്സങ്ങൾ വരും മോളെ. രണ്ടാമത്തേത് തൈര്. എല്ലാവരുമായി ഒത്തുചേരുന്ന എൻ്റെ ഗൗരിക്ക് വേണ്ടി ജീവിതകാലം മുഴുവനും അവളെ സംരക്ഷിക്കുന്ന, കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന ഒരു ഭർത്താവിനെ അവൾക്ക് കിട്ടണം. ഉഗ്രം വീരം മഹാവിഷ്ണും ഫലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോർമൃത്യുർനമാമ്യഹം. ബിസിനസ് ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? മൂന്നാമത് നീ എൻ്റെ ശ്രീദേവിക്ക് വേണ്ടി വളരെയധികം ധൈര്യശാലി, ഒഴുകുന്ന നദി പോലെ എന്നും അവളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്രത്തിന്റെ ഹൃദയമുള്ളൊരു നല്ലൊരു ഭർത്താവിനെ തന്നെ അവൾക്ക് കൊടുക്കണം. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരമപുരുഷായ പരമാത്മനെ ഹരകർമ്മ മന്ത്രയന്ത്രതന്ത്ര ഔഷധസ്ത്രസ്ത്രാണി സംവർദ്ധവര. പോരാടിയാണെങ്കിലും നീ വിചാരിച്ചത് നേടിയെടുക്കും. നാലാമത് തേൻ. ഏറ്റവും ഇളയവൾ ദുർഗ. കല്യാണത്തിന് ഇനിയും സമയമുണ്ട്. എന്നാലും ശരി, ആ സമയമാവുമ്പോൾ സന്തോഷത്തോടെ അവളെ നോക്കുന്ന ഒരു വീട്ടിൽ തന്നെ എത്തണം. ജ്വലന്തം സർവതോമുഖം നരസിംഹം വേഷണം ഭദ്രം മൃത്യോർമൃത്യുർനമാമ്യഹം. നൃത്തം ചെയ്യുന്ന നൃത്തമയൂരി. അഞ്ചാമത്തേത് ജലമാടാ, ജലം. നിന്റെ ആഗ്രഹങ്ങൾക്ക് മീതെ ഒഴിച്ചോ ജലം. പൂജ തുടങ്ങിക്കോ പൂജാരി. ദേവിയുടെ നെറുകയിൽ കൈവച്ച് പൂജ തുടങ്ങിക്കോ. ജ്വാലാപരീതായ ധർമ്മദിക്ഷാമണകരായ ബ്രഹ്മദേവരഞ്ജോതുധേ സ്വാഹ. പിന്നെ ഒരു കാര്യം, അഭിഷേകം ചെയ്തുകൊണ്ട് മാത്രം കല്യാണം നടക്കില്ല ഗൗതം. അതും മനസ്സിലാക്കിക്കോ. എന്നാ നിങ്ങൾ കേട്ടോ, ചുറ്റിലുള്ള 40 നാട്ടുകാർക്കും 30 വർഷമായിട്ട് അനക്കാൻ സാധിക്കാത്ത ഈ ദേവിയുടെ വിഗ്രഹത്തെ ഈ സ്വാമിയുടെ കൂടെ ചേർത്തിരിക്കുമ്പോ, അങ്ങനെയുള്ളപ്പോ ഈ സഹോദരന് 4 സഹോദരിമാരുടെ കല്യാണം നടത്താൻ പറ്റില്ലേ? അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നീ എങ്ങനെയാടാ നടത്തി കൊടുക്കുന്നത്? കല്യാണം നടത്തി കൊടുക്കണമെങ്കിൽ ആഗ്രഹം മാത്രം പോരാ, അതിനുവേണ്ട സമ്പാദ്യവും കയ്യിലുണ്ടാവണം. വരണടാ. ആ 4 പെൺകുട്ടികളുടെ സ്വപ്നം നിറവേറണമെങ്കിൽ അർദ്ധനാരീശ്വരൻ തന്നെ തുണയാകണം. നീ എങ്ങനെയാടാ നടത്തി കൊടുക്കുന്നത്? കല്യാണം നടത്തി കൊടുക്കണമെങ്കിൽ ആഗ്രഹം മാത്രം പോരാ,
അതിനുവേണ്ട സമ്പാദ്യവും കയ്യിലുണ്ടാവണം. അഭിഷേകങ്ങൾ മാത്രം നടത്തിയാലൊന്നും കല്യാണം നടക്കില്ല ഗൗതം, അത് മനസ്സിലാക്ക. വധുവിനെ ആവശ്യമുണ്ട്, വരനെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ താളമേള വാദ്യത്തോടെ കല്യാണം അങ്ങ് നടക്കുവോ? നിങ്ങളെ പോലുള്ള ബ്രോക്കർമാർക്ക് പണം തന്നാ കല്യാണമൊക്കെ നല്ല രീതിയിൽ നടത്തി തരുമല്ലോ. ഓ, ബ്രോക്കർ എന്ന് പറയാതടാ, മാരേജ് ബ്യൂറോ എന്ന് പറയണം. ഈ പേരെങ്ങനെ കിട്ടിയെന്നറിയോ? പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് മാത്രമല്ല, ആൺകുട്ടികളുടെ വീട്ടുകാർക്കും പ്രയോജനമുണ്ട്. എന്റെ പൊന്നോ. മൂർത്തിയേട്ടാ സുഖാണോ? എന്നെ പേര് പറഞ്ഞ് വിളിക്കുന്നത് നീ മാത്രമല്ലേ ഉള്ളൂ ഗൗതം. എനിക്കെന്താ കുഴപ്പം? ഞാൻ എപ്പോഴും സന്തോഷവാൻ തന്നെയാ. 2 ചായ എടുത്തോ. കുടിക്കേട്ടാ. ചായ വേണ്ടിയിരുന്നില്ല, പിന്നെ നീ വാങ്ങി തന്നത് കൊണ്ട് കുടിക്കാം. എൻ്റെ സഹോദരി ലക്ഷ്മിക്ക് നല്ല ബന്ധം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. നീ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം, അല്ലെങ്കിൽ പറയില്ലായിരുന്നു. നല്ല ഒരു ആലോചന എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ട്. പയ്യനെ കുറിച്ച് ആരും അങ്ങനെ മോശമൊന്നും പറയുന്നു, പക്ഷെ തലയിൽ എപ്പോഴും തൊപ്പി ഉണ്ടാവും. എന്തിനാണെന്നറിയോ? ആളൊരു കഷണ്ടിയാ. പിന്നൊരു കാര്യം, തലയൽപ്പം കഷണ്ടിയാണെങ്കിലും അയാളുടെ നാട്ടില് അയാൾക്ക് 6 ഏക്കർ സ്ഥലവും. ആദ്യത്തെ കല്യാണത്തിൽ കുട്ടികളൊന്നുമില്ല, അതുകൊണ്ട് അവൻ രണ്ടാമത് വേറൊന്ന് കെട്ടി. ആ ബന്ധത്തിലും കുട്ടികളൊന്നുമില്ല, അത് നമുക്ക് നോക്കിയാലോ? അടിക്കുന്ന എന്തിനാണ്? ആ കഷണ്ടി തലേന് കുട്ടി ഉണ്ടാക്കാനായിട്ട് എൻ്റെ സഹോദരി തന്നെ വേണമല്ലോ. ഇതിനേക്കാളും നല്ലൊരു ബന്ധം നിനക്ക് എവിടെ നിന്ന് കിട്ടാനാടാ? ഫുൾ ടൈം വെള്ളമടിച്ച് എഴഞ്ഞു നടക്കുന്ന നിന്റെ അച്ഛനെ കുറിച്ചും എപ്പോഴെങ്കിലും മടങ്ങി വരുമോ എന്ന് കാത്തിരിക്കുന്ന നിന്റെ അമ്മയെക്കുറിച്ചും അറിയുന്ന ആരെങ്കിലും നിന്റെ അനിയത്തിയെ കെട്ടാൻ വരുവാടാ. നല്ലൊരു ബന്ധം കിട്ടണമെങ്കിൽ നാട്ടിൽ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണ്ടേ? നിനക്ക് എടുത്തുചാട്ടം മാത്രമേ ഉള്ളൂ. പണവും ഇല്ല, കുടുംബത്തിന് അന്തസ്സും ഇല്ല. പക്ഷെ അനിയത്തിക്ക് കല്യാണം മാത്രം നടക്കണം. ഈ ചാക്കിട്ട് ഇറക്കി വയ്ക്കുന്ന 500 രൂപ തരാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ വരില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുന്നേ? എന്റെ ജോലി പോവും. 600 രൂപ തരാം, വന്ന് എടുത്ത് വെക്കാൻ നോക്ക്. നല്ല സമയത്താണ് നീ സഹായിച്ചത്. നീ ചോദിക്കുന്ന പൈസ ഞാൻ തരാം. 2000 രൂപ വേണം കേട്ടോ. അത്രയും കാശ് എന്തിനാ മോളെ? ഷൂസ് വാങ്ങാനായിട്ടാ. ഒരു 500 രൂപ മതി. കട്ടിൽ തലയിടിച്ചാ നല്ലതല്ലെന്നാ പറയാറ്. ചെറിയച്ച സാമിയപ്പനെന്ന് പറമോളെ. എന്തിന്? SI പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അയ്യോ ചെറിയച്ച, സത്യോടെ പറയുന്നേ. നന്ദി മാത്രം പറഞ്ഞ പോരാ, ഈശ്വരന് വിളക്ക് കത്തിക്കണം. അതെ, ബാക്കിയൊക്കെ അവിടെ നിക്കട്ടെ, ആദ്യം ആപ്ലിക്കേഷൻ എടുത്തോണ്ട് വാ. എഴുതി കയ്യൊപ്പ് വെക്കണമെങ്കിലേ ചെറിയച്ചൻ ആദ്യം ഫോൺ വെച്ചേ പറ്റൂ. വെച്ചേ. എവളെ ആരാണോ കെട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത് അവൻ തീർച്ചയായും ഗുണ്ടയായിരിക്കണം, അല്ലേ ഈ പോലീസിനെ ശരിയാക്കാൻ പറ്റില്ല.
ശിരസിൽ ഗംഗയെ കൊണ്ട് നടക്കുന്ന ശിവന് പോലും ഭിക്ഷ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. 4 സഹോദരിമാരെ വളർത്തി വലുതാക്കിയ ബാധ്യതയുള്ളപ്പോ ഇനി അവരുടെ കല്യാണം നടത്തി കൊടുക്കണമെങ്കിൽ അവൻ ഏതൊക്കെ നാടുകളിൽ പോയി ഭിക്ഷ എടുക്കേണ്ടി വരും? അച്ഛാ, എന്തിനാ മോളെ ഇങ്ങോട്ട് വന്നേ? പൊയ്ക്കോ. സർട്ടിഫിക്കറ്റ്സ് വാങ്ങി വന്നിരിക്കേ അച്ഛാ. കല്യാണം കഴിഞ്ഞിട്ടും എന്നെ പഠിപ്പിക്കണമെന്ന് അവരോട് പറയണേ അച്ഛാ. അതൊക്കെ ഞാൻ പിന്നീട് പറയാൻ മോളെ, നീ പൊയ്ക്കോ. പെൺകുട്ടികളുടെ കാര്യം വരുമ്പോ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് പോലും അവരെ തടയാനോ തോന്നല്ലേ? അനുവാദം വാങ്ങാൻ വന്നതാ. ഞങ്ങളത് കേട്ടു. ഇപ്പൊ കൈയടിച്ചത് നിന്റെ മകളുടെ തുടർ പഠനത്തിന് വേണ്ടിയല്ല, പഠിപ്പ് നിർത്താൻ വേണ്ടിയിട്ടാ. ശരി മുതലാളി. മുഴുവൻ 100 മാർക്കും വാങ്ങിയ എന്നെ മുന്നോട്ട് പഠിക്കാൻ അനുവദിക്കുമെന്നല്ലേ അച്ഛൻ പറഞ്ഞ്? അതുകൊണ്ടല്ലേ കല്യാണത്തിന് സമ്മതിച്ച്. ഏട്ടാ, ഏട്ടനെങ്കിലും പറ, ഞാൻ ഇനിയും മുന്നോട്ട് പഠിച്ച് നമ്മുടെ കഷ്ടപ്പാടെല്ലാം തീർക്കാന്ന്. നിന്റെ മകളുടെ പേര് സരസ്വതി എന്നാണോ? അതേ മുതലാളി. സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ മാർക്ക് കിട്ടും, അടുത്തൊരു വീട്ടിലേക്ക് പോകുമ്പോൾ അതിന് മാറ്റം വരും. അച്ഛാ, എന്റെ സർട്ടിഫിക്കറ്റ്. ശിവാനി വന്നിട്ടുണ്ട് മുതലാളി. അവളും കാണട്ടെ ഇത്, അപ്പോ അഹങ്കാരം കുറയും. കല്യാണം എപ്പോഴാ? മുതലാളി തീരുമാനിച്ചാ മതി. ഒരു കാര്യം പറയാം, നിന്റെ മകളെ പഠിപ്പിക്കാൻ പോകുന്ന പൈസയ്ക്ക് കുറച്ച് സ്വർണം വാങ്ങി വെക്കാൻ നോക്ക.
ഇപ്പൊ വന്നേ ഉള്ളോ? എന്തെങ്കിലും മേടിച്ചോണ്ടോ എന്നാ ചോദിക്കേച്ചി? ഏട്ട സന്തോഷത്തോടെയല്ലേ വന്നത്? അത് തന്നെ ധാരാളം. ഇരുട്ട് മുമ്പ് തന്നെ വന്ന് ഏട്ടനെന്തോ കയ്യില് മറച്ചു വെച്ച് നിക്കാണല്ലോ. എന്താ അത്? ചേച്ചി, ചേച്ചി, ശ്രീദേവി ചേച്ചി, പെട്ടെന്ന് ഇങ്ങോട്ട് വാ, വേഗം വാ. ഏയ്, എന്തിനാ നീ ഇപ്പൊ ഇങ്ങനെ ഒച്ച വെക്കുന്നേ? എന്തുപറ്റി? നിന്റെ മുഖത്ത് എങ്ങനെ ഇരിക്കുന്നു? പൗഡർ ഇട്ടത് പുട്ടിയിട്ടത് പോലെ ഇരിപ്പുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ടാ ഇങ്ങനെ ഇരിക്കുന്നേ, അത്രേ ഉള്ളൂ. ശ്രീദേവിയുടെ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിലൊരു സാധനമുണ്ട്. എന്താ ചേട്ടാ അത്? ആ കവറിലിരിക്കുന്ന സാധനം എടുത്തൊന്ന് നോക്കിയാൽ നിക്ക്. മുണ്ടേശ്ശിക്കാരി, എന്റെ ചക്കരക്കുട്ടി ശ്രീദേവി തന്നെ ആ കവറിൽ എന്തുണ്ടെന്ന് നോക്കണം.